പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളായി അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അതെ, ഇനി വേർപാട്, സ്നാന ശുശ്രൂഷ, സ്നാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഇതിൽ കേട്ടു. തുടർന്ന് വേർപാട് എന്ന ഒരു വിഷയം തീർച്ചയായിട്ടും എല്ലാം അടുക്കായിട്ട് ചിട്ടയായിട്ട് അടിസ്ഥാന വേദപുസ്തകത്തിൽ പെടുന്ന പുസ്തകത്തിൽ ഉപദേശ പ്രകാരം മനസ്സിലാക്കാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് പ്രയോജനകരമായി തീരട്ടെ. കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. ആമേൻ. കൃപ ലഭിച്ചവരെ ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. പരമസുതൻ പരിപാലകൻ, സർവസ്തുതികൾക്കും യോഗ്യനെ ഏകമയാരാധിക്കാം ശ്രീയേശു മഹേശനെ. ദൈവപുത്രൻ ക്രിസ്തു സത്യമവൻ, ദൈവത്തിൻ പരിശുദ്ധൻ, നല്ലിടയൻ രക്ഷിക്കുന്നു, സർവസ്തുതികൾക്കും യോഗ്യനെ ഏകമയാരാധിക്കാം ശ്രീയേശു മഹേശനെ. ഇമ്മാനുവേലവൻ പാപഹരൻ, പാവികളെ രക്ഷിക്കും. അത്യുന്നതൻ പരമോന്നതൻ, നിത്യപുരോഹിതനീശനെ ഏകമയാരാധിക്കാം ശ്രീയേശു മഹേശനെ. ദൈവഭക്തിയുടെ മർമ്മമവൻ, ദൈവത്താൽ ഉയർത്തപ്പെട്ടോ, ദൈവനാമത്തിൽ വന്നവൻ, സർവസ്തുതികൾക്കും യോഗ്യനെ ഏകമയാരാധിക്കാം ശ്രീയേശു മഹേശനെ. ഉയരത്തിൽ നിന്നും വന്നവനെ, തന്നെത്താൻ താഴ്ത്തിയോനെ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവൻ, സർവസ്തുതികൾക്കും യോഗ്യനെ ഏകമയാരാധിക്കാം ശ്രീയേശു മഹേശനെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സ്നാനപ്പെട്ട എല്ലാവരും വേർപെട്ട് ആരാധിക്കണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് സംബന്ധിച്ച് അവർ കൃപ ലഭിച്ചു എന്നുള്ള, അപ്പോൾ കൃപ ലഭിച്ചവരെ സ്തോത്രം ഭയപ്പെടാതെ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ പരമസുതൻ പരിപാലകൻ ആയ കർത്താവിനെ, സർവസ്തുതികൾക്കും യോഗ്യനായവനെ ഏകമായി ആരാധിക്കണം, വേർപെട്ട് ആരാധിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിഷയം വേർപാടെന്നുള്ള വിഷയം സംബന്ധിച്ച്, വേർപാടെന്ന വിഷയത്തിൽ ബൈബിൾ എന്ത് പറയുന്നു എന്നാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. വേർപാടിനെ കുറിച്ചുള്ള ഉപദേശത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: വിശ്വാസി പാപങ്ങളിൽ നിന്നും, പാപികളിൽ നിന്നും, ദുരുപദേശങ്ങളിൽ നിന്നും, ദൈവവചന വിരുദ്ധമായ ആരാധനകളിൽ നിന്നും വേർപെടണം. ആമേൻ. എല്ലാ വിധത്തിലുമുള്ള ആമേൻ ഇണയില്ലാ പിണകളുടെയും അവിശുദ്ധ കൂട്ടായ്മകളും ഒഴിവാക്കേണ്ടതാണ്. വേർപാടിൻ്റെ ഉപദേശത്തിന് ഒട്ടും പ്രസക്തിയില്ലാത്ത കാലമാണിത്. ഇൻ്റർ ഡിനോമിനേഷൻ എന്ന് അവകാശപ്പെടുന്നത് വലിയ ആമേൻ ക്രെഡിറ്റായി കണക്കാക്കുന്നു. സഭ വ്യത്യാസമില്ലാതെ എന്ന് പറഞ്ഞ് മേനി
നടിക്കാൻ ഇന്ന് മിക്കവരും തയ്യാറാകുന്നു. എല്ലാ സഭയും ദൈവികമാണെങ്കിൽ പിന്നെ പെന്തക്കോസ്ത് വിശ്വാസം എന്തിന് എന്നതിന് മാത്രം ഇവരാരും മറുപടി പറയുന്നില്ല. വിശ്വാസ പ്രമാണങ്ങളെ 2 വിഭാഗമായി തിരിക്കാം. രക്ഷയെ ബാധിക്കുന്നത്ര ഗൗരവമുള്ള ഉപദേശങ്ങൾ, രക്ഷയെ ബാധിക്കാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയാണവ. തൃത്വം, വീണ്ടും ജനനം, രക്ഷ, വിശ്വാസ സ്നാനം തുടങ്ങിയവയൊക്കെ രക്ഷയെ ബാധിക്കുന്ന ഉപദേശങ്ങളാണ്. അവയിൽ ഒരു വിധത്തിലുള്ള ഇളവുകളും അനുവദിക്കാനാവില്ല. പക്ഷേ രക്ഷയെ ബാധിക്കാത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തിരുവത്താഴം രാത്രിയിൽ മാത്രമേ നടത്താവൂ. തിരുവത്താഴത്തിന് ആമേൻ മുമ്പേ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തണം. വെള്ള വസ്ത്രമേ ധരിക്കാവൂ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. കാരണം ഇതൊന്നും രക്ഷയെ ബാധിക്കുന്ന ഉപദേശങ്ങളല്ല. ആമേൻ. കൂട്ടായ്മ എന്നിവ തമ്മിലുള്ള വ്യത്യാസവും നാം അറിഞ്ഞിരിക്കണം. മനുഷ്യർ എന്ന നിലയ്ക്ക് അവിശ്വാസികളുമായി കൂട്ടുകൂടുന്നത് തെറ്റല്ല. അവിശ്വാസിയുടെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കുന്നതും അനുവദനീയമാണ്. പക്ഷേ മതവിശ്വാസവുമായി ബന്ധമുള്ള ചടങ്ങുകളിൽ വിശ്വാസികൾ പങ്കെടുക്കരുത്. ഉദാഹരണത്തിന്, അവിശ്വാസിയുടെ വീട്ടിൽ ഒരു മരണമുണ്ടായാൽ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാം. പക്ഷേ അതിനുശേഷം നടത്തുന്ന അടിയന്തരങ്ങളിൽ പങ്കെടുക്കരുത്. ഹല്ലേലൂയ. വിശ്വാസി പാപങ്ങളിൽ നിന്ന് വേർപെടണം എന്നത് വലിയ ബുദ്ധിമുട്ട് കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. എന്നാൽ പാപികളിൽ നിന്ന് വേർപെടണം എന്നതിന് അല്പം വിശദീകരണം സ്തോത്രം ആവശ്യമായിരിക്കുന്നു. പാപി എന്നതിന് നാം സാധാരണ കൊടുക്കുന്ന അർത്ഥം മദ്യപൻ, വഴക്കാളി എന്നൊക്കെയാണ്. ഇത്തരക്കാർ പാപികളാണെന്നതിന് സംശയമില്ല. എങ്കിലും രക്ഷിക്കപ്പെടാത്തവർ, വീണ്ടും ജനനം പ്രാപിക്കാത്തവർ എല്ലാം പാപികളാണ്. കാരണം അവരുടെ പാപം അവരുടെ മേൽ തന്നെ ഇരിക്കുന്നു. എത്ര നല്ലവനായി ജീവിച്ചാലും വീണ്ടും ജനനം പ്രാപിക്കാത്തവരെല്ലാം, അതായത് രക്ഷിക്കപ്പെടാത്തവരെല്ലാം പാപികളാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്തോത്രം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് പാപി വിശുദ്ധനാകുന്നത്. ആകയാൽ പാപികളോട് വേർപെടണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരോട് കൂട്ടായ്മ പാടില്ല എന്നാണ്. പാപികളോട് വേർപെട്ടാൽ പിന്നെ അവരോട് സുവിശേഷം അറിയിക്കുന്നത് എങ്ങനെ എന്നൊരു സംശയമുണ്ടാകും. വേർപെടണം എന്ന് പറഞ്ഞാൽ അവരുമായി സംസാരിക്കുക പോലും ചെയ്യരുത് എന്ന് വിശ്വാസിക്ക് ഇടപെടേണ്ടി വരുന്നവരെ 3 തിരിക്കാം. രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെടാത്തവർ, പിന്മാറ്റക്കാർ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരോട് കൂട്ടായ്മയും ആകാം. കാരണം അവർ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരോട് കൂട്ടായ്മ പാടില്ല. കൂട്ടാകാം. പിന്മാറ്റക്കാരോട് കൂട്ടായ്മ പാടില്ല. പൗലോസ് പറയുന്നു, ദുർനടപ്പുകാരനോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അതെ, ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപനോ പിടിച്ചുവരിക്കാരനോ ആകുന്നു എങ്കിൽ
അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. 1 കൊരിന്ത്യർ 5:9-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമാകും. പിന്മാറ്റക്കാരെ ഇത്ര വെറുക്കപ്പെട്ടവരായി കാണുന്നത് എന്തുകൊണ്ട്? അതിനുള്ള കാരണം എബ്രായ ലേഖനത്തിലുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് എബ്രായ ലേഖനം 6:4-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമാണ്. ഈ വിഷയത്തെപ്പറ്റി പത്രോസ് ഇങ്ങനെ പറയുന്നു: കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അത് വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോകും. തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ആമീൻ. 2 പത്രോസ് 2:20, 21, 22 വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു. പാവങ്ങളിൽ നിന്നും മാത്രമല്ല ദുരുപദേശങ്ങളിൽ നിന്നും വിശ്വാസികൾ വേർപെടണം. എന്താണ് ദുരുപദേശം എന്നതാണ് സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം. IPCയിൽ അംഗമായിരിക്കുന്നവർക്ക് IPCയുടെ ഉപദേശമാണ് ശരിയായ ഉപദേശം. അവയുമായി യോജിക്കാത്തതൊക്കെയും ദുരുപദേശമാണ്. IPCയിലെ ഒരംഗത്തിന് IPCയുടെ ഉപദേശത്തിൽ വിശ്വാസമില്ലാതായാലോ സംശയം വേണ്ട, അയാൾ IPC വിട്ട് പുറത്തു പോകണം. സ്വയം പുറത്തു പോയില്ലെങ്കിൽ IPC അയാളെ പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. അടിസ്ഥാന വേദോപദേശങ്ങൾ ഏവയെന്ന് ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആമീൻ. ആ വിശ്വാസ പ്രമാണങ്ങൾ ഒന്നൊന്നായി എടുത്ത് വിശദീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ആമീൻ. IPCയുടെ വിശ്വാസ പ്രമാണവുമായി 95% ആമീൻ, പ്രൈസ് ദി ലോർഡ്, യോജിക്കുന്നതാണ് ഇവിടെ വിവരിക്കുന്ന വിശ്വാസ ആമീൻ, പ്രൈസ് ദി ലോർഡ്, പ്രമാണമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും. രക്ഷയെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ബാധിക്കുന്നത്ര ഗുരുതരമായ ഉപദേശ വ്യത്യാസങ്ങളോ അഭിപ്രായ ഭിന്നതകളോ IPCയുമായിട്ടല്ല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ആമീൻ, ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങിയ സഭകളുടെ ഉപദേശങ്ങളും 95% ശരിയാണ്. പക്ഷേ സഭയുടെ ഭരണക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രധാന വിയോജിപ്പ്. ദൈവവചനം വസ്തുനിഷ്ഠമായി പഠിച്ചാൽ IPC പോലുള്ള സംഘടനകൾ വചനവിരുദ്ധമാണെന്ന് വ്യക്തമാകും. ആമീൻ. വിശ്വാസി, പ്രാദേശിക സഭ, ആഗമന സഭ എന്നിങ്ങനെ മാത്രമേ ദൈവവചനത്തിലുള്ളൂ. കുറേ പ്രാദേശിക സഭകളെ കൂട്ടിച്ചേർത്ത് സംഘടന ഉണ്ടാക്കുന്നത് മാനുഷികമോ സാത്താന്യമോ ആണ്. ആമീൻ, പ്രൈസ് ദി ലോർഡ്. ദുരുപദേശങ്ങളിൽ നിന്ന് വേർപെടുന്നത് എങ്ങനെ? ദുരുപദേശം എന്ന പേരിൽ ആരെങ്കിലും കുറേ ഉപദേശങ്ങൾ ഒരിടത്ത് വച്ചിട്ടുണ്ടെന്ന് വിശ്വാസി അതിൻ്റെ 7 അയലത്ത് പോലും പോകരുതെന്നുമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിഷയം തുടരട്ടെ. ആമീൻ. ദുരുപദേശങ്ങളിൽ നിന്ന് വേർപെടുന്നത് എങ്ങനെ? ദുരുപദേശം എന്ന പേരിൽ ആരെങ്കിലും കുറേ ഉപദേശങ്ങൾ ഒരിടത്ത് വച്ചിട്ടുണ്ടെന്നും വിശ്വാസി അതിൻ്റെ 7 അയലത്ത് പോലും
പോകരുതെന്നും ആണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതല്ല ഉദ്ദേശിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ കൊണ്ട് ഇത് വിശദമാക്കാം. അപരിചിതനായ ഒരു വ്യക്തിയെ നാം പരിചയപ്പെടുന്നു. ആ വ്യക്തിയോട് ഏതു വിധത്തിലുമുള്ള ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്നറിഞ്ഞുകൂടാ. ആമീൻ. അത്തരം സഭകളിൽ അയാൾ ഏത് മതവിഭാഗക്കാരനാണെന്ന് തികച്ചും മാന്യമായ ഭാഷയിൽ ചോദിക്കുക. ക്രൈസ്തവനല്ലെങ്കിൽ അയാൾ വീണ്ടും ജനനം പ്രാപിച്ചവനല്ലെന്ന് കൂടുതൽ അന്വേഷണം കൂടാതെ തീരുമാനിക്കാവുന്നതാണ്. എന്നാൽ ക്രൈസ്തവനാണെന്ന് പറഞ്ഞാൽ ഏത് സഭാവിഭാഗത്തിലെ അംഗമാണെന്ന് അന്വേഷിക്കുക. കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ മുതലായ വിഭാഗങ്ങളിൽ പെട്ട ആളാണെങ്കിൽ അയാൾ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി ആയിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം വീണ്ടും ജനനത്തിൻ്റെ ഉപദേശം ഈ സഭകളിലില്ല. എന്നാൽ മർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ തുടങ്ങിയ സഭകളിലെ അംഗങ്ങളിൽ ചിലരെങ്കിലും വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവർ നിൽക്കുന്ന സംഘടന വിട്ട് അവർ പുറത്തു വരേണ്ടതാണെങ്കിലും വിവിധ കാരണങ്ങളാൽ അതിന് കാലതാമസം ഉണ്ടായേക്കാം. ഏതെങ്കിലും കൾട്ടിലെ അംഗമാണ് അയാളെങ്കിൽ സൂക്ഷിക്കുക. അയാൾ രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് മാത്രമല്ല, നിങ്ങളെയും ആ കൾട്ടിലേക്ക് വലിച്ചിഴച്ചെന്ന് വരാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ പ്രമാണം അറിയാവുന്നതിലധികം നന്നായി കൾട്ടിലെ അംഗങ്ങൾക്ക് അവരുടെ ദുരുപദേശം അറിയാം. ഏതെങ്കിലും പെന്തക്കോസ്ത് സഭയിലെ അംഗമാണ് അയാളെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുക. യേശു നാമക്കാരെയും പെന്തക്കോസ്തുകാരെയും കണക്കാക്കാറുണ്ടെങ്കിലും ഗുരുതരമായ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നവരാണ് യേശുനാമക്കാർ. TPMലെ അംഗങ്ങളിൽ നല്ലൊരു പങ്ക് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ആ പ്രസ്ഥാനം ഒരു കൾട്ടാണ്. തങ്കുവിൻ്റെ സഭ പോലുള്ള ന്യൂ ജനറേഷൻ സഭകളിലെ അംഗങ്ങൾക്ക് രക്ഷയുടെ ഉപദേശം വളരെ അപൂർവമായി മാത്രമേ ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാൻ സാധ്യത കുറവാണ്. ഇനി ബാക്കിയുള്ളത് പ്രധാന പെന്തക്കോസ്ത് സഭകളാണ്. അവയിൽ രക്ഷയെ ബാധിക്കുന്നത്ര ഗുരുതരമായ ദുരുപദേശങ്ങളില്ല. എന്നാൽ ഈ സംഘടനകളിലെ അംഗങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്നില്ല. വിവിധ കാരണങ്ങളാൽ ആളുകൾ പെന്തക്കോസ്ത് സഭകളിൽ ചേരാറുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ചു ദൈവസഭയിൽ അംഗങ്ങളാകുന്നവരുണ്ട്. വീട്ടുകാരെല്ലാം പെന്തക്കോസ്തിൽ ചേർന്നപ്പോൾ ഒപ്പം ചേർന്നവരുണ്ട്. പണമുണ്ടാക്കാനുള്ള എളുപ്പമാർഗം എന്ന നിലയ്ക്ക് പെന്തക്കോസ്തിൽ എത്തിയവരുമുണ്ട്. ചിലർ നേരെയുള്ള വഴിയിലൂടെ വിശ്വാസത്തിൽ വന്ന ശേഷം പിന്മാറി എന്ന് വരാം. അതുകൊണ്ട് എല്ലാ പെന്തക്കോസ്തുകാരും വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികളാണെന്ന ധാരണ തിരുത്തുക. ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ചവനാണോ എന്നറിയാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയാകും. 1, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. 2, നിത്യജീവൻ പ്രാപിച്ച വ്യക്തിയാണ് നിങ്ങളെന്ന് ഉറപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമീൻ. അതെ, രക്ഷിക്കപ്പെടാത്തവർക്ക് കൃത്യമായ മറുപടി പറയാനാവാത്ത ചോദ്യങ്ങളാണിവ. വീണ്ടും ജനനം എന്താണെന്നും എന്തല്ലെന്നും മുൻ അധ്യായങ്ങളിൽ വിശദീകരിച്ചു കഴിഞ്ഞതിനാൽ ഇവിടെ ആവർത്തിക്കുന്നില്ല. ദുരുപദേശ പ്രചരണത്തിന് വിശ്വാസികൾ കൂട്ടുനിൽക്കരുത്. ഗുരുതരമായ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളുമായും സംഘടനകളുമായി വിശ്വാസികൾ അകലം പാലിക്കണം. ഐക്യ കൺവെൻഷൻ, എക്യുമെനിക്കൽ കൂട്ടായ്മ, ഇന്റർ ഡിനോമിനേഷണൽ ഫെലോഷിപ്പ് എന്നൊക്കെ പറയുന്ന ഇടപാടുകളുമായി വിശ്വാസികൾ സഹകരിക്കരുത്. ദൈവമക്കളെ അവിശ്വാസികളുമായി ഇണയില്ലാ പിണക്ക് ചേർന്ന് ദുരുപദേശ കുരുക്കിലും അന്യ ദൈവാരാധനയിലും അകപ്പെടുത്താനുള്ള സാത്താന്യ തന്ത്രങ്ങളാണിവ. ദൈവമക്കൾ നടത്തുന്ന സുവിശേഷ യോഗങ്ങൾ വീണ്ടും ജനനം എന്നാൽ എന്ന് പോലും നിശ്ചയമില്ലാത്ത ഗായകരെയും മറ്റും ക്ഷണിച്ചു വരുത്തി പാടിക്കുന്ന പ്രവണത ഏറി വരികയാണ്. പെന്തക്കോസ്ത് സംഘടനകളുടെ തലപ്പത്തുള്ളവർ പോലും
ഇത്തരം തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാറുണ്ട്. എത്ര വലിയവർ ചെയ്താലും തെറ്റ് ശരിയാകില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെടാത്തവരുമായി ഒരു വിധത്തിലുള്ള പങ്കും ഓഹരിയുമില്ല. പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിനും ഇരുളിനും എന്തൊരു കൂട്ടായ്മ? ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസികൾക്ക് അവിശ്വാസിയുമായ എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 1 കൊരിന്ത്യർ 6:14, 15, 16 വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ യോഗ്യമായ അറിവിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ഞാൻ പാടിയ പാട്ടിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ പാട്ടിൻ്റെ അവസാനത്തെ ചില ചാൻസുകൾ കൂടെ പാടുന്നു. അത് അനുഗ്രഹകരമായി തീരട്ടെ. പ്രാർത്ഥനയോടുകൂടെ എല്ലാം കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉയരത്തിൽ നിന്നും വന്നവനെ, തന്നെ താൻ താഴ്ത്തിയോനെ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവൻ, സർവസ്തുതികൾക്കും യോഗ്യനെ, ഏകമായി ആരാധിക്കാം ശ്രീയേശു മഹേശനെ. നീതിയൻ രാജാവേശു പരൻ, സമാധാന പ്രഭു യേശു, ആത്മശക്തി ദാതാവേ, സർവസ്തുതികൾക്കും യോഗ്യനെ, ഏകമായി ആരാധിക്കാം ശ്രീയേശു മഹേശനെ. ദൈവാലയം ശുദ്ധമാക്കിയവൻ, ദൈവമഹിമയ്ക്കായി മനുഷ്യർ ത്യജിച്ചു ക്രൂശിച്ചവൻ, സർവസ്തുതികൾക്കും യോഗ്യനെ, ഏകമായി ആരാധിക്കാം ശ്രീയേശു മഹേശനെ. ദുഃഖിതർ ക്ലേശിതരേ വരുമേ, യേശുവിനരികെ വരൂ. ദീനദയാലു ദയാപരൻ, സർവസ്തുതികൾക്കും യോഗ്യനെ, ഏകമായി ആരാധിക്കാം ശ്രീയേശു മഹേശനെ. സ്വർഗത്തിലേക്ക് കരേറിപ്പോയോൻ, പോയപ്പോൾ വീണ്ടും വരും, തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ, സർവസ്തുതികൾക്കും യോഗ്യനെ, ഏകമായി ആരാധിക്കാം ശ്രീയേശു മഹേശനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, എളിയവർ നിന്റെ വചനം ശ്രവിച്ചു വേർപാടെന്നുള്ള വിഷയം മനസ്സിലാക്കുവാനിടയായി. അതൊക്കെ അനുഗ്രഹകാരണമായി ആത്മീയ ജീവിതത്തിന് വീണ്ടും കർത്താവെ സ്തോത്രം, എല്ലാ ഉത്സാഹവും താല്പര്യവും നൽകുന്ന ഒന്നായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവ് സകലത്തിലും പ്രാർത്ഥന കേട്ട് ഉയരത്തിലെ ചിന്തയോടും ഉയരത്തിലെ ജ്ഞാനത്തോടും ഈ ഭൂമിയിലായിരിക്കാൻ കർത്താവ് ദൈവം മക്കൾക്കാകുന്ന ഞങ്ങൾക്കിടയാക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.